നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുന്നൊന്നും ഒരിക്കലും നമ്മൾ പറയില്ല. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഉത്തരം തരുന്നതായിരിക്കും. എന്നാലും ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത കാലത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാരുതിയുടെ ചെറുവാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഡീലർഷിപ്പിൽ പോകുമ്പോൾ അവർ എങ്ങും തൊടാത്ത ഒരു വർത്തമാനമാണ് പറയുന്നതെന്ന്. പലപ്പോഴും ബുക്ക് ചെയ്യാൻ അനുവദിക്കാറില്ല. ബുക്ക് ചെയ്താൽ തന്നെ എന്ന് വരുമെന്ന് പറയുന്നില്ല. പ്രധാനമായിട്ടും 3 വാഹനങ്ങളെ സംബന്ധിച്ചാണ് ഇത് കേൾക്കുന്നത്. ഒന്ന് ഇഗ്നിസ്, മറ്റൊന്ന് എസ്പ്രസോ, ഇനിയൊന്ന് മാരുതി വാഗണാർ. ഈ 3 ചെറുവാഹനങ്ങളുടെ കാര്യത്തിലാണ് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 3 വാഹനങ്ങൾ നിർത്തുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. സത്യത്തിൽ മാരുതി ഒഫീഷ്യലി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിർത്താൻ പോവുകയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ ഈ ഒരു ഉത്തരം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2-3 ഡീലർഷിപ്പുകളൊക്കെ ചോദിച്ചപ്പോൾ അവരിൽ ഒരു ഡീലർഷിപ്പ് ബുക്കിംഗ് എടുക്കുന്നില്ല. മറ്റ് 2 ഡീലർഷിപ്പുകളിലും വളരെ കുറച്ച് വാഹനങ്ങളെ വരുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്. മാരുതിയുടെ 1-2 ഒഫീഷ്യൽസിനെ വിളിച്ചപ്പോൾ അവരും ഇതുപോലെ എങ്ങും തൊടാത്ത ഉത്തരമാണ് പറഞ്ഞത്. പക്ഷേ അറിയാൻ കഴിയുന്നത് ഈ 2 വാഹനങ്ങൾ, പ്രധാനമായിട്ടും എസ്പ്രസോയും ഇഗ്നിസിനെ പറ്റിയാണ് അവരൊക്കെ പറഞ്ഞത്. ഈ 2 വാഹനങ്ങളും നിർത്താനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാരുതി കാര്യമായ രീതിയിൽ ഇപ്പോൾ നിർമ്മിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. വളരെ ഒന്നുകിൽ കിടക്കുന്ന സ്റ്റോക്ക് വിറ്റഴിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മാണം നിർത്തിവെച്ചു. ഈ രണ്ടിലൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിൽപ്പന കുറഞ്ഞതിന്റെ പേരിൽ നിർത്താനുള്ള സാധ്യത തീരെയില്ല. കാരണം മാരുതിയുടെ വിൽപ്പന അല്പം കുറഞ്ഞാൽ പോലും ഏറ്റവും മികച്ച മോഡലുകളിൽ ഒന്നാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആകെ 1848 യൂണിറ്റുകൾ മാത്രമേ ഇഗ്നിസിൻ്റെത് വിൽക്കാൻ സാധിച്ചുള്ളൂ. മാരുതി അല്ലാത്ത മറ്റൊരു വാഹന നിർമ്മാതാവിനെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യയാണ് എന്നുള്ള സത്യമാണ്. പക്ഷേ മാരുതിക്ക് അതൊന്നും പോരല്ലോ. മാരുതിക്ക് ഓരോ വാഹനവും ലക്ഷക്കണക്കിന് വിറ്റഴിക്കണം ഓരോ മാസവും എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയ വിൽപ്പനയെ ഇഗ്നിസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു സംശയമില്ല. എന്നാൽ എസ്പ്രസോ എന്ന മോഡലാകട്ടെ ആകെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 451 യൂണിറ്റുകൾ മാത്രമേ വിറ്റിട്ടുള്ളൂ. അത് മാരുതിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞൊരു വിൽപ്പന കണക്കായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 2 മോഡലുകളും ആവശ്യാനുസരണം ഡീലർമാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. B1 സെഗ്മെന്റിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹാഷ് ബാക്കാണ് ഇഗ്നിസ്. ഇഗ്നിസ് സ്ത്രീകളുടെ ഒരു പ്രിയപ്പെട്ട വാഹനമാണ്. ഞാനൊക്കെ ധാരാളം പേർക്ക് സജസ്റ്റ് ചെയ്ത് ഇഗ്നിസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇഗ്നിസിന് കുറച്ചു കാലം ഒരു ഡീസൽ മോഡൽ ഉണ്ടായിരുന്നു. അതിനിപ്പോഴും വലിയ പിടിയാണ്. അത് കിട്ടാനില്ല. നല്ല മൈലേജുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു വാഹനമായിരുന്നു. പക്ഷെ വളരെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു വാഹനം B1 സെഗ്മെന്റിലെ ഒരു ഹാഷ് ബാക്ക്, അതുപോലെ തന്നെ മൈക്രോ SUV എന്ന് വിളിക്കാവുന്ന എസ്പ്രസോയുടെ കാര്യത്തിൽ എസ്പ്രസോ ശരിക്കും അങ്ങനെ വലിയൊരു നിർമ്മാണ നിലവാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും സിറ്റിയിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ വലിയ തരക്കേടില്ലാത്ത സീറ്റ് ഹൈറ്റും കാഴ്ചയിലാണെങ്കിൽ ഒരു SUV ലുക്കൊക്കെ ഉള്ളൊരു വാഹനമാണ് എസ്പ്രസോ. അപ്പോൾ ഈ 2 വാഹനങ്ങളും അങ്ങനെ മോശമല്ലാത്ത വിൽപ്പന നേടിക്കൊണ്ടിരിക്കുകയുമായിരുന്നു, ഇഗ്നിസ് പ്രത്യേകിച്ചും. ഇപ്പം എന്താണ് ഇവ നിർത്താനുള്ള കാരണം എന്നുള്ള അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് എയർ ബാഗുകളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ എയർ ബാഗുകൾ 6 ഇന്ത്യയിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പാസഞ്ചർ വാഹനങ്ങളിൽ 6 എയർ ബാഗ് നിർബന്ധമാണ് എന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് മാരുതിയുടെ അതിനുള്ള സാങ്കേതികവിദ്യ ഇല്ല? ഈ ചെറിയ വാഹനങ്ങൾ 6 എയർ ബാഗ് ഫിറ്റാനുള്ള സാങ്കേതികവിദ്യ ഇല്ലെന്ന് ചോദിച്ചാൽ ഈ വാഹനങ്ങൾ അടിമുടി മാറ്റിയെടുക്കേണ്ടതുണ്ട് 6 എയർ ബാഗ് ഫിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവയിൽ മെക്കാനിക്കലി കുറേ മാറ്റങ്ങൾ വരുത്തണം, ബോഡിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെയൊക്കെ ചെയ്താലേ ഈ 6 എയർ ബാഗ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ വിൽപ്പന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 വാഹനങ്ങളിൽ ഇങ്ങനെ എയർ ബാഗുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് പിന്നീട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണെന്നായിരിക്കാം കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ ബാഗുകൾ 6 ഫിറ്റ് ചെയ്തിരിക്കട്ടെ, ഇവയുടെ വില ക്രമാതീതമായിട്ട് ഉയരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിൽക്കുന്ന ഒരു വിലയ്ക്ക് വിൽക്കാൻ സാധിക്കില്ല. ഈ ചെറിയ 2 വാഹനങ്ങളും ഇതിനപ്പുറത്തേക്ക് വിലയ്ക്ക് ആൾക്കാർ വാങ്ങിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെ കൂട്ടിയും കഴിച്ചും ഒക്കെ നോക്കിയപ്പോഴായിരിക്കും എന്നാൽ പിന്നെ അങ്ങ് നിർത്തിയാക്കാം എന്നൊരു വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുമാണ് കേൾക്കുന്നത്. അതായത് പുതിയ വാഹനങ്ങൾ ഏതെങ്കിലും ചെറുത് വരാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് കേൾക്കുന്നത്. കാരണം ചെറിയ വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറവായതുകൊണ്ടായിരിക്കും. എന്തായാലും മാരുതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചെറുവാഹനങ്ങളുടെ കാര്യത്തിലെ രാജാവാണ്. അപ്പോൾ ആ ഒരു പദവിയിൽ നിന്ന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ഇപ്പോൾ ഒരു ബലേനോ പോലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ അതിന് ശേഷമുള്ള ഹാഷ് ബാക്കുകളിലെ സാമാന്യം ചെറിയൊരു വാഹനം എന്ന് വിളിക്കാവുന്നത്. ആ സെഗ്മെന്റിലായിരിക്കും മാരുതി ഇനി ശ്രദ്ധിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. തന്നെയുമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വിൽപ്പന കുറയാനുള്ള മറ്റൊരു കാരണം അത് തന്നെയാണ്. അതായത് നമ്മൾ ഇന്ത്യക്കാരിപ്പോൾ പൊതുവെ അത്യാവശ്യം പൈസയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ വാഹനങ്ങളിലേക്ക് പോകുന്നൊരു കുറവാണ്. തന്നെയുമല്ല, ധാരാളം വാഹനങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട്. അതിനുള്ള സെക്കൻഡ് ഹാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇഗ്നിസ് വാങ്ങിക്കുന്ന വിലയ്ക്ക് വേണമെങ്കിൽ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് ബലേനോ വാങ്ങിക്കാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് തീരെ ചെറിയ വാഹനത്തിലേക്ക് പോകുന്നത് എന്നൊരു തോന്നലായിരിക്കാം ജനങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ജനങ്ങളും കൂട്ടിയും കഴിച്ച് നിൽക്കുന്നു, മാരുതിയും കൂട്ടിയും കഴിച്ച് നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കും ഈ 2 വാഹനങ്ങളും നിർത്താനുള്ള സാധ്യത തെളിയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിർത്തും എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഞാനും ഒഫീഷ്യലി ഒന്നും അനൗൺസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പലതരത്തിൽ രഹസ്യമായും പാപ്പരസി സ്റ്റൈലൊക്കെ അന്വേഷിച്ചപ്പോഴും മാരുതി അങ്ങനെ ഒന്നും വിട്ടു പറയുന്നില്ല.
എങ്കിലും ഡീലർഷിപ്പുകളിലേക്ക് വാഹനം വരുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് യൂണിറ്റേ വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും 6 എയർ ബാഗുകളോടുകൂടി ഇഗ്നിസ് ഓടിക്കാനുള്ള യോഗം നമുക്കില്ല എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. എന്തായാലും വളരെ മികച്ച ഒരു വാഹനമായിരുന്നു, സംശയമില്ല ഇഗ്നിസ്. അപ്പം ഇഗ്നിസിന് വിട പറയാനുള്ള സമയമായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എസ്പ്രസോ പോകുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, പക്ഷേ ഇഗ്നിസ് പോകുന്നതിൽ തീർച്ചയായിട്ടും വിഷമമുണ്ട്. നല്ലൊരു വാഹനമായിരുന്നു. അപ്പോൾ അതാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് സജിത് ശ്രീധരനാണ്, കോഴിക്കോട് നിന്ന്. ഞാൻ ബെൻസിന്റെ EQS വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ലെക്സസിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് മോഡൽ വന്നായി അറിഞ്ഞത്. ടൊയോട്ടയുടെ ബ്രാൻഡ് ആയതിനാൽ ഡ്യൂറബിലിറ്റി കൂടുതൽ ഉണ്ടാകുമല്ലോ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെക്സസ് ES 500e എന്ന ഈ ഒരു പുതിയ മോഡലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെക്സസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോഡലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ES 500e. 89.99 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. ഈ മോഡലിന് മറ്റൊരു പ്രത്യേകത, ഇതിന്റെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റ് ആയ 350Hഉം ഇതോടൊപ്പം തന്നെ വിപണിയിൽ എത്തുന്നുണ്ട്. അത് പക്ഷേ അതിന്റെ വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വാഹനം തന്നെ നമ്മുടെ കൊച്ചിയിലെ ഡീലർഷിപ്പിൽ അടുത്ത മാസം പകുതിയോടുകൂടി എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ലെക്സസിന്റെ LF-ZC എന്നാണ് ZC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മോഡലിന്റെ രൂപത്തിലാണ് ഇപ്പോൾ ഈ വാഹനം വന്നിരിക്കുന്നത്. വളരെ ബോൾഡായിട്ടുള്ള രൂപം, അതുപോലെ കൂപ്പ ഡിസൈൻ, ഇങ്ങനെ റൂഫ് ലൈനൊക്കെ ചെരിഞ്ഞിറങ്ങുന്ന ഡിസൈനാണ് ഇതിന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലെക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ സ്പിൻഡിൽ ഗ്രില്ലാണ്. ഇതതിനില്ല, ആ ഭാഗം അടച്ചു മൂടിയാണ് വന്നിരിക്കുന്നത്. അതൊരു മാറ്റമായിട്ട് പറയാവുന്ന കാര്യം തന്നെയാണ്. 21 ഇഞ്ചാണ് ടയറുകൾ. പിൻഭാഗം റൂഫിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങി ഭംഗിയായി പിൻഭാഗത്തേക്ക് ചേരുന്നുണ്ട്. 5145 മില്ലിമീറ്ററാണ് നീളം, 2950 മില്ലിമീറ്ററാണ് വീൽ ബേസ്, 158 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇന്ത്യക്ക് അത്രയും പോരാ, കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. എന്തായാലും വളരെ സൂക്ഷിച്ചൊക്കെ ഓടിക്കേണ്ടി വരും. ഉൾഭാഗത്ത് 14 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഫിസിക്കൽ സ്വിച്ചുകൾ വളരെ കുറവാണ്. 13.3 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉണ്ട്. വലിയ ഗ്ലാസ് റൂഫ്, ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ ടാൻ അല്ലെങ്കിൽ വൈറ്റ്, 2 നിറങ്ങൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇന്റീരിയർ നിറങ്ങളായിട്ട്. അതുപോലെ 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. ഹീറ്റഡ് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റുകളുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഡിജിറ്റൽ റിയർ വ്യൂ മിറർ ഉണ്ട്. പിന്നെ പിൻ വിൻഡോകൾക്ക് സൺഷെയ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. 10 എയർ ബാഗുകൾ, ലെവൽ 2 ADAS എന്നിവയൊക്കെയാണ് സുരക്ഷാ സന്നാഹങ്ങളിൽ പ്രധാനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ബാറ്ററി, അത്തരം കാര്യങ്ങളൊക്കെ പറയാം. 74.68 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ് ESൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 2 ഇലക്ട്രിക് മോട്ടറുണ്ട്, അതായത് മുൻ ആക്സിലും പിൻ ആക്സിലും എന്ന് പറയുമ്പോൾ അത് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. മുന്നിലെ മോട്ടർ 227 HP-യും പിന്നിലെ അത് 120 HP-യും പവറാണ് തരുന്നത്. അങ്ങനെ 343 BSP ആണ് ടോട്ടൽ പവർ. 483 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്, കമ്പൈൻഡ് ടോർക്ക് എന്ന് പറയുന്നത്. 5.5 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേദെടുക്കുന്ന വാഹനമാണിത്. 580 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച്. ഫാസ്റ്റ് ചാർജറിൽ 80% ചാർജ് ആകാൻ 28 മിനിറ്റ് മതി. 8 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററാണ് വാറണ്ടി നൽകുന്നത്. അത് ബാറ്ററിക്കും ഉണ്ട്, വാഹനത്തിനുമുണ്ട്. അപ്പോൾ അങ്ങനെ ലെക്സസും ഇലക്ട്രിക് വാഹനത്തിന്റെ സെഗ്മെന്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡ്യൂറബിൾ ആയിരിക്കും വാഹനം, വളരെ സംശയമില്ല. തന്നെയല്ല, ടൊയോട്ട പണ്ടുതൊട്ടേ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലുണ്ട്. ഇന്ത്യയിൽ അത്ര സ്ട്രോങ് ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഒരു ഇബെല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാഹനമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിലയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ടൊയോട്ടയുടെ കീഴിലുള്ള ബ്രാൻഡുകളോ ചെയ്യാറില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വില ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദീർഘകാലം ഉപയോഗിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന അബ്ദുൾ ബാസിദാണ്, തൃശ്ശൂരിൽ നിന്നും. ബൈച്ചേറിന്റെ റെനോ ഡസ്റ്റർ റിവ്യൂ കണ്ടു. ആ മോഡൽ വളരെ ഇഷ്ടമായി എന്ന് റിവ്യൂവിന്റെ ആവേശം കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഡസ്റ്റർ DCT ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൺസേൺ മൈലേജ് മാത്രമാണ്. എന്താണ് ഇതുവരെ ഡസ്റ്ററിന്റെ മൈലേജ് പ്രഖ്യാപിക്കാത്തത്? പെട്രോൾ SUV ആയതുകൊണ്ട് വളരെ കുറഞ്ഞ മൈലേജ് ആയിരിക്കുമല്ലേ? ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വാഹനം ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ ഇഷ്ടം തോന്നുന്നൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ റിവ്യൂവും ആവേശകരമായിരിക്കും. തീർച്ചയായിട്ടും ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഡസ്റ്റർ ഞാൻ 2 തവണ ഓടിച്ചെന്ന് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു. ആദ്യം ഓടിച്ച വെളി പറയാൻ പറ്റില്ലായിരുന്നു, കാരണം വെളി പറയില്ലെന്ന് കമ്പനി അന്ന് പറഞ്ഞിരുന്നു. അത് ചെന്നൈയിലെ GRCയുടെ ട്രാക്കിലാണ് ഓടിച്ചത്. ആ ട്രാക്കിൽ അന്നൊരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാനാവില്ല, ഒരു ഏതാണ്ട് അവസാന ഭാഗത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത് നമ്മളൊക്കെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഇന്ത്യയിലെ സെലക്ട് ആയിട്ടുള്ള കുറച്ച് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിലൊക്കെ വിളിച്ചാണ് ഓടിച്ചത്. അന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു ഹൈ സ്പീഡിലുള്ള അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മനസ്സിലാക്കിയത്. 175 കിലോമീറ്ററോളം നമ്മൾ ട്രാക്കിൽ സ്പീഡിലെടുത്തു. അതിൻ്റെ ബ്രേക്കിംഗ് ആയാലും സ്റ്റെബിലിറ്റി ആയാലും വളവുകളൊക്കെ വീശുമ്പോഴുള്ള ആ ഒരു എന്താണ് ബോഡിയുടെ ഒരു രീതികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബ്രേക്കിംഗ് അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ നിങ്ങൾ ഇഷ്ടംപോലെ ഓടിച്ചോന്ന് പറഞ്ഞ് തരികയായിരുന്നു അന്ന്. പക്ഷേ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയിൽ പോലും സ്റ്റിക്കറൊക്കെ ഒടിച്ചൊക്കെയാണ് തന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓടിച്ചത് നിങ്ങൾ കണ്ടതുപോലെ ഡെറാഡൂണിൽ നിന്ന് ഋഷികേശിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ അറിയാമല്ലോ, ഹിമാലയത്തിൻ്റെ വഴികളൊക്കെയാണ്
വളഞ്ഞു വളഞ്ഞ വഴികൾ, അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഡ്രൈവിംഗ് രീതികൾ മനസ്സിലാക്കുന്നത്. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇൻറ്റീരിയർ നല്ല ഭംഗിയുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ റെനോ പണ്ട് വളരെ പ്രശ്നമാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ഇഷ്ടപ്പെട്ടൊരു വാഹനമായിരുന്നു. അപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു, കാരണം നമ്മളെ നോക്കുമ്പോൾ മൈലേജ് വളരെ കുറവ് കാണിച്ചു, ഞാനത് പറയുകയും ചെയ്തു. പക്ഷേ അത് നമ്മുടെ ഈ ഷൂട്ടിൻ്റെ ഡ്രൈവിംഗ് രീതി വന്ന വ്യത്യസ്തമാണ്. എപ്പോഴും നിർത്തുന്നു, എടുക്കുന്നു, പതുക്കെ പോകുന്നു, സ്പീഡിൽ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു റിയൽ വേൾഡ് മൈലേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കമ്പനി കഴിഞ്ഞ ദിവസം മൈലേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എഞ്ചിനാണെന്ന് അറിയാമല്ലോ. ഒന്ന് 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 163 BHP ആണ്. അതാണ് നമ്മളൊക്കെ ഓടിച്ചത്. അത് 280 ന്യൂട്ടൺ മീറ്ററാണ് അതിൻ്റെ ടോർക്ക്. പിന്നെ അതിൽ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് ഉള്ളത്. പിന്നെ ഒന്നുള്ളത് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനാണ്. അത് നമുക്ക് ഓടിക്കാൻ തന്നില്ല, അത് വരുന്നേ ഉള്ളൂ എന്ന് കേൾക്കുന്നു. വരുന്ന വെച്ചാൽ ഇപ്പം തന്നെ എത്തിക്കാണും, ഡീലർഷിപ്പിലേക്ക് വരുമ്പോഴേക്കും അതും വന്നേക്കാം. അത് 100 BHP എഞ്ചിനാണ്. ഈ എഞ്ചിൻ വേരിയൻ്റെ മൈലേജ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഓടിച്ച 1.3 ലിറ്റർ എഞ്ചിൻ്റെ മാനുവലിൻ്റെയും ഓട്ടോമാറ്റിക്കിൻ്റെയും മൈലേജ് എന്താണെന്നുള്ളത് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനുവലിന് 17.75 ഓട്ടോമാറ്റിക്കിന് 18.45 കിലോമീറ്ററാണ് മൈലേജ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. മോശമല്ലാത്ത മൈലേജാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കമ്പനികൾ ഈ പറയുന്ന മൈലേജ് എന്ന് പറയുന്ന അവരുടെ ചില ടെസ്റ്റിംഗ് രീതികളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഒരു റിയൽ വേൾഡ് ഇത്രയൊന്നും കിട്ടണമെന്നില്ല, എങ്കിൽ പോലും ഇത്രയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ നാമമാത്രമായെങ്കിലും മൈലേജ് അല്പം കുറവുള്ളത് 2 വാഹനങ്ങൾക്കാണ്. ഒന്ന് ഡസ്റ്ററിനും മറ്റൊന്ന് കറ്റയ്ക്കുമാണ്. നമ്മളിപ്പോൾ സ്കോഡ കുഷാക്ക് നോക്കുകയാണെങ്കിൽ 18.72 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. ഫോക്സ് വാഗൺ ടൈഗോണിന് 19.01 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. പക്ഷേ ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ഇതിനേക്കാളും മൈലേജ് കുറച്ചാണ് പറയുന്നത്, 18.4 ആണ്. ഇതിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കിന് പറയുന്നത് 18.45 ആണ്. അപ്പോൾ ഏതാണ്ട് ക്രെറ്റയും ഇത് ഒരേ മൈലേജാണ് കമ്പനി പറയുന്നത് മനസ്സിലാക്കാം. അപ്പോൾ മര്യാദയ്ക്കൊക്കെ ഓടിച്ചാൽ ഏതാണ്ട് 15 കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കമ്പനി ആ ഒരു ട്രാക്കിലൊക്കെ ഓടിച്ച് അവരൊരു കൃത്യമായ വെയിറ്റ് ഒക്കെ വെച്ച് ഓടിച്ചിട്ടൊക്കെ പറയുന്നൊരു മൈലേജാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. അപ്പോൾ എന്തായാലും മോശമില്ലാത്ത മൈലേജ് ഉണ്ട്. തന്നെയല്ല എല്ലാ തരത്തിലും വളരെ മികച്ചൊരു വാഹനമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അപ്പം മോശമല്ല കേട്ടോ, നല്ലൊരു വാഹനം നന്നായിട്ട് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് സന്ധ്യ ജയേഷാണ് കോട്ടയത്ത് നിന്നും. ഡസ്റ്ററിന് പിന്നാലെ 4 മീറ്റർ താഴെ നീളമുള്ള ഒരു SUVയും റെനോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് അറിഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റെനോ കുറച്ച് കാലം ഇങ്ങനെ പതുങ്ങി കിടന്നിട്ട് ഇപ്പോൾ ചാട്ടം ചാടുകയാണ്. മറ്റേ പുലിമുരുകനി പറയുന്ന പോലെ പുലി പരുങ്ങുന്നത് ചാടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ ഒരു പരിങ്ങലായിരുന്നു അത്. ശരിയാണ്, ഇപ്പം സന്ധ്യ പറഞ്ഞത് ശരിയാണ്. ഇനിയിപ്പോൾ പുതുതായിട്ടൊരു വാഹനം വരാൻ പോകുന്നത് ബ്രിഡ്ജർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് റെനോയിൽ നിന്നും. കൂടാതെ ബിഗ്സ്റ്റർ എന്ന പേരിൽ റെനോ ഡസ്റ്റർ ഒരു 7 സീറ്റർ വാഹനം വരുന്നുണ്ട്. ഇതിനൊന്ന് പേര് ഇതായിരിക്കണമെന്നില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ. എന്തായാലും ഇത് രണ്ടും വരുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജർ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ റിവീലിംഗ്, ഒരു പ്രോട്ടോടൈപ്പിൻ്റെ റിവീലിംഗ് ഈ കഴിഞ്ഞ 10-ാം തീയതി നടന്നു. അതൊരു പ്രോട്ടോടൈപ്പ് ആണെങ്കിലും അതിനൊരു ഫൈനൽ വാഹനം ഡിസൈൻ ചെയ്യുന്നത് നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ട് ലോകം മുഴുവൻ അത് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കാഴ്ചയിൽ ഗംഭീരമായ ഡിസൈനാണ് ഈ ബ്രിഡ്ജറിന് കൊടുത്തിരിക്കുന്നത്. വശക്കാഴ്ചയിൽ ഡിഫൻഡറിൻ്റെ ഒരു ചെറിയ ചായയുണ്ട്. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ ചായയുള്ള മറ്റൊരു സാധനം ജെറ്റ്, അത് ഇന്ത്യ വരാൻ പോകുന്നുണ്ട്. ഇത് തമ്മിൽ ക്ലാഷ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടാറ്റ നെക്സോണ്, മാരുതി ബ്രസ, ഹ്യുണ്ടായി വെന്യൂ, മഹീന്ദ്ര XUV 3XO, കിയ സോണറ്റ്, സ്കോഡ കൈലാക്ക് എന്നിവയെല്ലാം ബ്രിഡ്ജറുമായിട്ട് മത്സരിക്കുക. അപ്പോൾ കൃത്യമായ ഒരു മത്സര ഗോതയിലേക്കാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത്. 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യക്ക് ഏറ്റവും വേണ്ട ആ ഒരു കാര്യമാണ്. 18 ഇഞ്ചാണ് ടയറുകൾ. പിൻഭാഗത്ത് ടെയിൽ ഗേറ്റിൽ സ്പെയർ ടയർ ഫിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ ഫോർഡ് ഇക്കോസ്പോർട്ടിൻ്റെ ഒക്കെ പോലുള്ള രീതിയാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 400 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറോസിലാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ്, 390 ലിറ്ററാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് 10 ലിറ്റർ കൂടുതലുണ്ട്. ഈ വാഹനത്തിന് 400 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഉൾഭാഗം റെനോ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല, എന്താണെന്ന് കാണിച്ചിട്ടില്ല. എന്തായാലും ബ്രിഡ്ജറിൻ്റെ പെട്രോള്, അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ്, ഇലക്ട്രിക്, ഇങ്ങനെ 3 മോഡലുകൾ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. 2030 യൂറോപ്പിലെ എല്ലാ റെനോ വാഹനങ്ങളും ഇലക്ട്രിക് ആക്കി മാറ്റുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 50% വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക്കുള്ള ചൂടുവെപ്പിലാണ് ഇപ്പോൾ റെനോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാഹനത്തിന് ഇലക്ട്രിക്കും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതാണ് ബ്രിഡ്ജറിൻ്റെ വിശേഷങ്ങൾ. ബ്രിഡ്ജറിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഉൾഭാഗത്തെ പറ്റി ഒന്നും കമ്പനി വെളിയിടാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെ 2027 വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത നോക്കാം. ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തം ക്രാഷ് ടെസ്റ്റ് ഉണ്ട്. ഭാരത് എൻക്യാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരത് എൻക്യാപ്പിൽ നിങ്ങൾ വാഹനം നിർമ്മിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഗവൺമെന്റ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പതുക്കെ ആളുകളെല്ലാം നിങ്ങൾ ഭാരത് എൻക്യാപ്പിൽ എത്ര പോയിന്റ് നേടി എന്ന് ചോദിക്കും. അങ്ങനെയാണ് വാഹനങ്ങളുടെ വിൽപ്പനയിലേക്ക് പോകാമെന്നൊക്കെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിക്കുന്നൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പം മിക്ക വാഹന നിർമ്മാതാക്കളും കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഇന്ന് ഏറ്റവും പുതുതായിട്ട് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്.
ഏറ്റവും പുതുതായിട്ട് ചെന്ന വാഹനം എന്ന് പറയുന്നത് ടാറ്റ സീറയാണ്. അപ്പോൾ നൊസ്റ്റാൾജിക് രൂപമായിട്ട് വന്നിപ്പോൾ ധാരാളം വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്ന സീറയ്ക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അർഗോസ് എന്ന് പറയുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നേ കമ്പനി പറഞ്ഞു 5 സ്റ്റാർ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു കമ്പനി. അപ്പോൾ അതിന് അഡൽട്ട് സേഫ്റ്റിയിൽ 32 പോയിന്റിൽ ഔട്ട് ഓഫ് 32 31.14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മോശമല്ലാത്ത പോയിന്റാണ് നേടിയിരിക്കുന്നത്. ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 44.73 പോയിന്റ് നേടി. അത് മോശമല്ല. നമ്മൾ മറ്റു വാഹനങ്ങളെല്ലാം പോയിന്റ് പരിശോധിക്കുമ്പോൾ അത്രയൊക്കെ തന്നെയാണ് ചൈൽഡ് സേഫ്റ്റിയിൽ പൊതുവെ കിട്ടാറുള്ളത്. അടുത്തത് മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാരയ്ക്ക് കിട്ടി 5 സ്റ്റാർ കിട്ടി. മാരുതി പൊതുവെ ഈ പപ്പട വണ്ടിയാണെന്നുള്ള പേരൊക്കെ പോയല്ലോ. ഇപ്പം എല്ലാ വാഹനങ്ങൾക്കും 5 സ്റ്റാർ കിട്ടുന്നുണ്ട്. അഡൽട്ട് സേഫ്റ്റിയിൽ 32ൽ 31.49 ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 43 പോയിന്റുമാണ് നമ്മുടെ ഈ വിറ്റാര നേടിയത്. പക്ഷേ ഇതിൻ്റെ തന്നെ ഈ ബെല്ല എന്നുള്ള പേരിൽ ടൊയോട്ടയുടെ ഒരു വാഹനം വരുന്നുണ്ട്. അത് ഇതുവരെ അവർ ഇടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടില്ല. അതും എന്തായാലും കിട്ടുമെന്നുള്ളത് സംശയമില്ല. അടുത്തത് മാരുതിയുടെ മിഡ് സൈസ് SUV ആയ വിക്ടോർസിനും 5 സ്റ്റാർ നേടിയിട്ടുണ്ട്. അഡൽട്ട് സേഫ്റ്റിയിൽ 32ൽ 31.66 ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 43 പോയിന്റുമാണ് നേടിയിരിക്കുന്നത്. ഈ പറഞ്ഞ വാഹനങ്ങൾക്ക് തൊട്ട് മുമ്പ് കിയ സിറോസ്, ടാറ്റ പഞ്ച്, ടാറ്റ കെർവ്, സ്കോഡ കൈലാക്ക്, മഹീന്ദ്ര താർ റോക്സ്, മഹീന്ദ്ര BE6, ടാറ്റ ഹാരിയർ EV, മഹീന്ദ്ര XEV 9 എന്നിവയും ഈയിടെ ഈ ഭാരത് എൻഗ്യാപ്പിൽ പോയിട്ട് 5 സ്റ്റാർ നേടിയ വാഹനങ്ങളാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിച്ചത് ഏതൊക്കെയാണെന്ന് അറിയാം. 2 വാഹനങ്ങളുണ്ട്. ടാറ്റ ഹാരിയറും അതുപോലെ തന്നെ മഹീന്ദ്ര XEV 9 ഈ 2 വാഹനങ്ങൾക്കുമാണ് ചൈൽഡ് സേഫ്റ്റിയിലും അഡൽട്ട് സേഫ്റ്റിയിലും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി. ഞെട്ടിക്കുന്ന പോയിന്റാണ് കിട്ടിയത്. അതായത് അഡൽട്ട് സേഫ്റ്റിയിൽ 32ൽ 32 പോയിന്റ് നേടി ഈ 2 വാഹനങ്ങളും. അതൊരു ഗംഭീര സംഭവം തന്നെ. ടാറ്റ ഹാരിയർ EVയും XEV 9 അതുപോലെ ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 45 നേടി. അതും ഈ പറഞ്ഞ വാഹനങ്ങളെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ പോയിന്റാണ്. അപ്പം ഏറ്റവും സേഫായ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ 2 ഇന്ത്യൻ കമ്പനികളാണെന്നുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അത് മഹീന്ദ്രയും ടാറ്റയുമാണ്. അപ്പോൾ കളിയാക്കാനൊന്നും പറ്റില്ല. ഇന്ത്യൻ കമ്പനികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. നിങ്ങൾക്ക് ഏതൊരു ഹുണ്ടായി വാഹനം വാങ്ങിക്കണമെങ്കിലും ഓടിച്ചു നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും വാഹനം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരും. എന്നിട്ട് ഓടിച്ചു നോക്കുക. ബുക്ക് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ പറയുക. ബൈജുവൻ നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വെന്യൂവിൻ്റെ ഒരു പുതിയ വേരിയൻറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നല്ല വാഹനങ്ങളാണ്. ഓടിച്ചു നോക്കുക. അതുപോലെ തന്നെ ക്രെറ്റ EV നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മറ്റു പല വാഹനങ്ങളും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോലും വളരെ മികച്ചൊരു EVയാണ് ക്രെറ്റ EV. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ പോപ്പുലർ ഹുണ്ടായെ പറ്റിയോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പരിഹരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കാനൊക്കെ ആണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. അതായത് നിങ്ങളും ഹുണ്ടായി പോപ്പുലർ ഹുണ്ടായി തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത്? 2 തരത്തിലേക്ക്. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ പോയി ചോദിക്കുന്ന ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ കാണാം. ബൈ.